ക്ലാസ്സിൽ നമ്മൾ ഇൻഡെക്സ് നമ്പേഴ്സിൻ്റെ മീനിങ്, ഡെഫിനിഷൻ, ക്യാരക്ടറിസ്റ്റിക്സ്, യൂസസ് ആൻഡ് ലിമിറ്റേഷൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. ടുഡേ വി ആർ ഗോയിങ് ടു ഡീൽ വിത്ത് പ്രോബ്ലംസ് ഇൻ ദി കൺസ്ട്രക്ഷൻ ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ്. അപ്പോൾ ഇൻഡെക്സ് നമ്പേഴ്സ് നിർമ്മിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഫേസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. So, in the process of construction of price index numbers, one encounters several problems which are to be tackled and solved very carefully. അപ്പോൾ പ്രൈസ് ഇൻഡെക്സ് നമ്പേഴ്സ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഒരാൾക്ക് ഒരുപാട് പ്രോബ്ലംസ് മീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചില പ്രോബ്ലംസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് പർപ്പസ് ഓഫ് ഇൻഡെക്സ് നമ്പർ, സെക്കൻഡ് ഈസ് സെലക്ഷൻ ഓഫ് ബേസ് പീരീഡ്, തേർഡ് ഈസ് സെലക്ഷൻ ഓഫ് ഐറ്റംസ്, ഫോർത്ത് ഈസ് പ്രൈസ് കൊട്ടേഷൻസ്, fifth is choice of an average, sixth is selection of appropriate weights, and the last one is selection of formula. അപ്പോൾ നമ്മൾ ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണ്. ഫസ്റ്റ് വൺ ഈസ് പർപ്പസ് ഓഫ് ഇൻഡെക്സ് നമ്പർ. പർപ്പസ് ഓഫ് ഇൻഡെക്സ് നമ്പർ എന്നുള്ളത് നമുക്ക് ഓർത്താൽ തന്നെ, നമുക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും എന്താണ്. ഓരോ ഇൻഡെക്സ് നമ്പറിൻ്റെയും പർപ്പസ്, എന്തിനാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കണം കേട്ടോ. അതായത് ഇറ്റ് ഈസ് അൺആംബിഗ്വസ്ലി ഡിഫൈൻ സിൻസ് മോസ്റ്റ് ഓഫ് ദി അതർ പ്രോബ്ലംസ് വിൽ ഡിപ്പെൻഡ് അപ്പോൺ ദി പർപ്പസ്. അപ്പോൾ പർപ്പസ് നല്ല രീതിയിൽ ഡിഫൈൻ ചെയ്ത് വെക്കുക. അത് ഡിഫൈൻ ചെയ്യാതിരിക്കുന്നതാണ് ഫസ്റ്റത്തെ പ്രോബ്ലമായിട്ട് പറയുന്നത്. ഇപ്പോൾ പർപ്പസ് എന്താണോ എന്നതിൻ്റെ അടിസ്ഥാനമാക്കിയിട്ടാണ് ബാക്കി വരുന്ന പ്രശ്നങ്ങളൊക്കെ അല്ലെങ്കിൽ ബാക്കി വരുന്ന മെത്തേഡ്സൊക്കെ പോകുന്നത്. അപ്പോൾ ചോയ്സ് ഓഫ് ഐറ്റംസ്, കളക്ഷൻ ഓഫ് പ്രൈസ് കൊട്ടേഷൻസ് ആൻഡ് സെലക്ഷൻ ഓഫ് ബേസ് ഇയർ ചീഫ്ലി ഡിപ്പെൻഡ് അപ്പോൺ ദി പർപ്പസ് ഫോർ വിച്ച് ദ ഇൻഡെക്സ് നമ്പർ ഈസ് റിക്വയർഡ്. അതായത് നമ്മൾ ഇൻഡെക്സ് നമ്പേഴ്സിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ഏതൊക്കെയാണ്, അതേപോലെ പ്രൈസ് കൊട്ടേഷൻ, കളക്ഷൻ ഓഫ് പ്രൈസ് കൊട്ടേഷൻ ആൻഡ് സെലക്ഷൻ ഓഫ് ബേസ് ഇയർ ചീഫ്ലി ഡിപ്പെൻഡ് അപ്പോൺ ദി പർപ്പസ് ഫോർ വിച്ച് ദ ഇൻഡെക്സ് നമ്പേഴ്സ് ഈസ് റിക്വയർഡ്. ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ചോയ്സ് ഓഫ് ഐറ്റംസ്, കളക്ഷൻ ഓഫ് പ്രൈസ് കൊട്ടേഷൻ, അതേപോലെ സെലക്ഷൻ ഓഫ് ബേസ് ഇയർ എല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത് ഇൻഡെക്സ് നമ്പേഴ്സിൻ്റെ പർപ്പസ് എന്താണ് എന്നതിൻ്റെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മൾ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്, നിർമ്മിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ നോക്കേണ്ടത്, കൺസ്യൂമർ ഗുഡ്സിൻ്റെ റീറ്റെയിൽ പ്രൈസാണ് നോക്കേണ്ടത്. ഓക്കെ, അവിടെ ഹോൾസെയിൽ പ്രൈസ് അല്ല നോക്കേണ്ടത്, എന്താണ്, കൺസ്യൂമർ ഗുഡ്സിൻ്റെ റീറ്റെയിൽ പ്രൈസാണ് നോക്കേണ്ടത്. അപ്പോൾ എന്താണോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, അതായത് ഇൻഡെക്സ് നമ്പറിൻ്റെ പർപ്പസ് എന്താണോ എന്നതിൻ്റെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഓരോ കാര്യങ്ങളും ബാക്കി വരുന്ന പ്രോസസ്സൊക്കെ നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പർപ്പസ് വെൽ ഡിഫൈൻഡ് ആയിട്ട് പറയുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രോബ്ലമായിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ എന്താണ്, കൺസ്ട്രക്ട് ചെയ്യുന്ന ഇൻഡെക്സ് നമ്പറിന് മൊത്തം മിസ്റ്റേക്ക് ആയിരിക്കും. Before collecting data and making calculation, it is important that one knows what one wants to measure and how to make use of the given measure. അതായത് ഇൻഡെക്സ് നമ്പർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഡാറ്റ, സാമ്പിൾ ഡാറ്റ കളക്ട് ചെയ്യുന്നത്, അതേപോലെ കാൽക്കുലേഷൻസൊക്കെ നടത്തുന്നതിന് മുന്നേ തന്നെ ഒരാൾക്ക് എന്താണ് മെഷർ ചെയ്യേണ്ടതെന്നും അതേപോലെ ഈ മെഷർ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നൊക്കെ ക്ലിയർ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. Once the purpose is clear, the rest of the procedure is easy to apprehend. നമ്മൾ പർപ്പസ് ക്ലിയർ ആയിട്ട് നമുക്ക് അറിഞ്ഞിരുന്നാൽ ബാക്കി വരുന്ന സ്റ്റെപ്സൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് പർപ്പസ് ഓഫ് ഇൻഡെക്സ് നമ്പർ. ഇൻഡെക്സ് നമ്പർ എന്തിനു വേണ്ടിയിട്ടാണ്, ഏത് ഫീൽഡിലേക്കാണ് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണോ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കണം, വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ പ്രോബ്ലം. അപ്പോൾ അത് വ്യക്തമായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫർദർ സ്റ്റെപ്സൊക്കെ എന്തായിരിക്കും, ഡിഫിക്കൽട്ടി ആയിരിക്കും. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ ഈസ് സെലക്ഷൻ ഓഫ് ബേസ് പീരീഡ്. ഇപ്പോൾ ബേസ് പീരീഡ് സെലക്ട് ചെയ്യുക എന്നുള്ളത് ഒരു പ്രോബ്ലമാണ് കേട്ടോ. അതായത് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ബേസ് പീരീഡ് ഏതാണോ എന്ന് നോക്കിയിട്ട് അത് സെലക്ട് ചെയ്യുക എന്നുള്ളത് ഒരു എക്കണോമിസ്റ്റ് അല്ലെങ്കിൽ ഈ ഇൻഡെക്സ് നമ്പേഴ്സ് കൺസ്ട്രക്ട് ചെയ്യുന്ന ആൾ ഫേസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് പ്രോബ്ലമാണ്. ഇപ്പോൾ നമ്മൾ ഇൻഡെക്സ് നമ്പറിൽ എന്താണ് ശരിക്കും പറയുന്നത്, ഒരു ഫിനോമിന ഒരു പെർട്ടിക്കുലർ പീരീഡിലും അതിനെ കമ്പയർ ചെയ്തിട്ട് അതിൻ്റെ പ്രീവിയസ് പീരീഡ് എടുത്തിട്ട് കമ്പയർ ചെയ്യുകയാണല്ലോ നമ്മൾ ഈ ഇൻഡെക്സ് നമ്പറിലൂടെ ചെയ്യുന്നത്. അതായത് ഇൻഡെക്സ് നമ്പേഴ്സ് ആർ സ്പെഷ്യലി ഡിസൈൻ ടു കമ്പയർ the levels of certain phenomena at a given time to the levels of those phenomena on some previous time known as base period or base date. അതായത് പ്രീവിയസ് ടൈമിലും അതേപോലെ തന്നിട്ടുള്ള ഒരു പെർട്ടിക്കുലർ ടൈമിലുള്ള ഡാറ്റ വെച്ച് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഇൻഡെക്സ് നമ്പർ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ പ്രീവിയസ് ടൈമിനെയാണ് ബേസ് പീരീഡ് അല്ലെങ്കിൽ ബേസ് ഡേറ്റ് എന്ന് പറയുന്നത്.
അപ്പോൾ ഈ സ്റ്റാറ്റിസ്റ്റീഷ്യൻ ഇൻഡെക്സ് നമ്പർ ഓരോ ഇൻഡെക്സ് നമ്പർ ക്രിയേറ്റ് ചെയ്യുമ്പോഴും എന്ത് ചെയ്യണം, ബേസ് പീരീഡ് അവർ സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് സെലക്ട് ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടെങ്കിലും ഈ ഇഷ്ടം എന്ന് പറയുന്നത് അതല്ലെങ്കിൽ അതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ബേസ് പീരീഡ് മേ ബി സിംഗിൾ ഡേറ്റ്, വീക്ക്, മന്ത് ഓർ ഇയർ. അപ്പോൾ ഓരോ സ്റ്റാറ്റിസ്റ്റീഷ്യൻ അവർക്ക് അനുയോജ്യമായിട്ടുള്ള ബേസ് ഇയർ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. പക്ഷേ അത് എന്തായിരിക്കണം, അതിന് ഓരോ ഗൈഡ് ലൈൻസ് ഉണ്ടായിരിക്കും. അതാണ് ഫസ്റ്റ് പറയുന്നത്. ബേസ് പീരീഡ് മേ ബി സിംഗിൾ ഡേറ്റ് അല്ലെങ്കിൽ വീക്ക്, മന്ത് ഓർ ഇയർ. This base period should be fairly normal one, free from fluctuations and disturbances. That is, it should be a period of economic stability. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ബേസ് പീരീഡ്, നമ്മൾ സെലക്ട് ചെയ്യുന്ന ബേസ് പീരീഡ് എന്തായിരിക്കണം, നോർമൽ ആയിരിക്കണം. അതായത് ഫ്ലക്ച്വേഷൻസോ ഡിസ്റ്റർബൻസസോ, എക്കോണമിയിൽ ഫ്ലക്ച്വേഷൻസോ ഡിസ്റ്റർബൻസസോ ഒന്നുമില്ലാത്ത നോർമൽ പീരീഡ് ആയിരിക്കണം ബേസ് പീരീഡ്. അതായത് എക്കണോമിക് സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പീരീഡ് തന്നെ ആയിരിക്കണം. There should not be any erratic forces in operation like political upheavals, war, floods, famines, etc. ഇപ്പോൾ വാറോ ഫ്ലഡ്സോ ഫാമിൻസോ അതേപോലെ പൊളിറ്റിക്കലി വലിയ പ്രഷറൊന്നും ഇല്ലാത്ത നോർമലായിട്ടുള്ള ഇയറാണ് ബേസ് ഇയർ ആയിട്ട് സെലക്ട് ചെയ്യുന്നത്. If by chance an abnormal or inappropriate base year is chosen, the indices related to such a base year present distorted facts and conclusions. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള ബേസ് ഇയറിന് അതെ അബ്നോർമൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുള്ള ഒരു ബേസ് ഇയറാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ നമ്മുടെ ഇൻഡിസസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്തെങ്കിലും ഫാക്ട്സ് അല്ലെങ്കിൽ കൺക്ലൂഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്താൽ അതിന് എന്തുണ്ടായിരിക്കും, പ്രശ്നങ്ങളുണ്ടായിരിക്കും. For instance, a base period at the peak of an inflation makes the index numbers appear unusually low. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ബേസ് പീരീഡിൽ ഇൻഫ്ലേഷനാണ് കൂടുതലുള്ളത് എന്നുണ്ടെങ്കിൽ ഇൻഡെക്സ് നമ്പറൊക്കെ ലോ ആയിട്ട് വരും. അതേപോലെ എക്കണോമിക് ഡിപ്രഷനാണ് ബേസ് പീരീഡിൽ ഉണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻഡിസസ് ഏറ്റവും കൂടുതലായി യൂഷ്വലി ഹൈ ആയിരിക്കും, ഏറ്റവും കൂടുതലായിരിക്കും ഇൻഡെക്സ് നമ്പറിൻ്റെ വാല്യൂ വരുന്നത്. ഓക്കെ, അപ്പോൾ ബേസ് പീരീഡ് സെലക്ട് ചെയ്യുക എന്നുള്ളത് ഓരോ എക്കണോമിക്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റീഷ്യൻസ് ഫേസ് ചെയ്യുന്ന ഒരു വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലമാണ് ഇവിടെ കൺസ്ട്രക്ഷൻ ഓഫ് ഇൻഡെക്സ് നമ്പറിൽ വരുന്നത്. അപ്പോൾ നെക്സ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബേസ് ഇയർ ചൂസ് ചെയ്യുമ്പോൾ ബേസ് ഇയർ ഇപ്പോൾ നമ്മൾ പറയുന്ന ഒരു സ്പെസിഫിക് പീരീഡ് നമ്മൾ എടുക്കും, അതായത് ബേസ് ഇയറായിട്ട് കമ്പയർ ചെയ്യുകയാണല്ലോ. അപ്പോൾ ഈ സ്പെസിഫിക് പീരീഡുമായിട്ട് ഒരുപാട് അകലേക്ക് പോകാൻ പാടില്ല ബേസ് ഇയർ എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഷുഡ് നോട്ട് ബി ടു റിമോട്ട് ഓർ ടു ഡിസ്റ്റൻറ്റ് ഇൻ ദി പാസ്റ്റ്. ഇപ്പോൾ പാസ്റ്റിൽ ഏതെങ്കിലും ഒരു ഇയർ എടുത്തിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. അപ്പോൾ എക്സാമ്പിളായിട്ട് 2003 ആയിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടി ഒരു ഇയർ എടുക്കുക, ബേസ് ഇയർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1980യോ 1970യോ ഒന്നും കൊണ്ടുപോയിട്ട് എടുക്കാൻ പാടില്ല. എന്താണ്, ഒരു മിഡിൽ പോർഷനിൽ വരുന്ന രീതിയിൽ എടുക്കുക, ഒരുപാട് അകലേക്ക് പോകാൻ പാടില്ല എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. ഇപ്പോൾ 2003 ഒക്കെ പറഞ്ഞല്ലോ, അപ്പോൾ 1999 എടുക്കാം, 1998 എടുക്കാം, ഒരുപാട് അകലേക്ക് പോകാൻ പാടില്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, ഒരുപാട് വർഷം മുന്നോട്ടൊക്കെ പോയാൽ പ്രൈസ് റിലേഷനിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ നമുക്ക് ആവറേജസ് ഒന്നും വിശ്വസനീയമായ രീതിയിൽ എടുക്കാൻ പറ്റില്ല. അതേപോലെ മാർക്കറ്റ് കണ്ടീഷൻ, ടേസ്റ്റ് ആൻഡ് ഹാബിറ്റ്സ് ഓഫ് പീപ്പിളൊക്കെ എന്തായിരിക്കും, മാറിയിട്ടുണ്ടാകും. ഇപ്പോൾ പഴയ സാധനങ്ങൾ മാറിയിട്ട് പുതിയ സാധനങ്ങൾ വരും അല്ലേ. അതുകൊണ്ട് തന്നെ ആളുകളുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് ഒക്കെ മാറിയിട്ടുണ്ടാകും. ഒരുപാട് വർഷം അകലേക്കുള്ള വർഷം എടുത്താൽ അതൊക്കെ വ്യത്യാസമായിരിക്കും. The quantity of many commodities may change progressively with time. അതേപോലെ ഇത്ര രൂപയ്ക്ക് എത്ര സാധനം കിട്ടുന്നു എന്നുള്ളതൊക്കെ മാറിയിട്ടുണ്ടാവും, ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടാവും, പ്രോഗ്രഷൻ വന്നിട്ടുണ്ടാവും. അപ്പോൾ എന്തുകൊണ്ടാണ് ബേസ് ഇയർ ഒരുപാട് റിമോട്ടിലേക്ക് അല്ലെങ്കിൽ ഡിസ്റ്റൻ്റ് ആയിട്ട് പോകരുതെന്ന് പറയുന്നത്, the depression of price relations may become so great that no average is reliable. Market conditions, taste and habits of people undergo some change, resulting in the replacement of old goods by new ones. The quantity of many commodities may change progressively with time. Here the choice has to be exercised between fixed base index number and chain base index number. അപ്പോൾ പിന്നെ നമുക്ക് ഫിക്സഡ് ബേസ് ഇൻഡെക്സ് നമ്പർ ആണോ ചെയിൻ ബേസ് ഇൻഡെക്സ് നമ്പർ ആണോ എന്ന് പറയുന്ന ഒരു ചോയ്സും കൂടെ അവിടെ വരുന്നുണ്ട്. ഫിക്സഡ് ബേസ് ഇൻഡെക്സ് നമ്പേഴ്സ് ആർ ദോസ് ഇൻ വിച്ച് ദ ആവറേജ് പ്രൈസ് ഓഫ് സം ആർബിട്രറി ചോസൺ ഇയർ ഇസ് കെപ്റ്റ് കോൺസ്റ്റൻറ്റ്. ഫിക്സഡ് ബേസ് ഇൻഡെക്സ് നമ്പർ വരുമ്പോൾ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള ബേസ് ഇയർ ഇല്ലേ, അതിലെ പ്രൈസ് എന്ന് പറയുന്നത്, ആവറേജ് പ്രൈസ് എന്ന് പറയുന്നത് ഇസ് കെപ്റ്റ് കോൺസ്റ്റൻറ്റ് ആസ് ദ ബേസ് ഇയർ ഇൻഡെക്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് ദ പെർസെൻറ്റേജ് ഇൻ ഓൾ അതർ ഇയേഴ്സ് of prices under consideration.
ഇനി ചെയിൻ ബേസ് ഇൻഡിസസ് ആകുമ്പോൾ ദ ബേസ് ഈസ് നോട്ട് ടേക്കൺ ആസ് ഫിക്സഡ്. ബേസ് ഇയർ എന്ന് പറയുന്നത് ഫിക്സഡ് അല്ല. ആൻഡ് റിലേറ്റീവ് ഫോർ ഈച്ച് ഇയർ ആർ വർക്ക്ഡ് ഔട്ട് ആസ് ദ പ്രൈസ് ഓഫ് ദി പ്രൊസീഡിങ് ഇയർ. Thus, the index of 1991 will be based on 1990, and that of 1992 will be based on 1991, and so on. 1991 പറയുന്ന ഇൻഡെക്സ് ബേസ് ചെയ്തിട്ടുള്ള 1990 ആയിരിക്കും. 1992 ബേസ് ചെയ്തിരിക്കുന്നത് 1991 ആയിരിക്കും. അതാണ് ചെയിൻ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് മൂന്നാമത്തെ പ്രോബ്ലം ആയിട്ട് വരുന്നത് സെലക്ഷൻ ഓഫ് ഐറ്റംസ് ആണ്. സെലക്ഷൻ ഓഫ് ഐറ്റംസ്. In the answers to the question what items should be included in the sample and how many items should be included in a sample lies the solution of this problem. അപ്പോൾ സെലക്ഷൻ ഓഫ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് നമ്പർ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാമ്പിൾസ് കളക്ട് ചെയ്യും. അപ്പോൾ അതിലുള്ള ഐറ്റംസ് എന്ത് ഐറ്റംസാണ്, എങ്ങനെയുള്ള ഐറ്റംസാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് സെലക്ഷൻ ഓഫ് ഐറ്റംസ് എന്ന് പറയുന്ന പ്രോബ്ലത്തിൽ വരുന്നത്. The items to be selected should be relevant, representative, reliable and comparable. അപ്പോൾ സെലക്ട് ചെയ്യുന്ന ഐറ്റംസ് എന്തായിരിക്കണം? റെലവൻ്റ് ആയിരിക്കണം, നമ്മുടെ സ്റ്റഡിക്ക് ആവശ്യമുള്ളതായിരിക്കണം, റെലവൻ്റ് ആയിരിക്കണം, റെപ്രസെൻറ്റേറ്റീവ് ആയിരിക്കണം, വിശ്വസനീയമായിരിക്കണം, റിലയബിൾ ആയിരിക്കണം ആൻഡ് കമ്പയറബിൾ. These should be representative of the taste, habits, customs and necessities of the people to whom they relate. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഐറ്റംസ് ജനങ്ങളുടെ ടേസ്റ്റ്, ഹാബിറ്റ്സ്, കസ്റ്റംസ് ഒക്കെ കാണിക്കുന്നതായിരിക്കണം, റെപ്രസെൻറ്റ് ചെയ്യുന്നതായിരിക്കണം. Okay, the item should be adequate in number and importance so as to cover and reflect the overall picture and should be unaffected by violent movements. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഐറ്റംസ് ആഡ്വക്കേറ്റ് ആയിരിക്കണം, നമുക്ക് എത്രയാണോ വേണ്ടത് അത്രയും ഉണ്ടായിരിക്കണം. അതേപോലെ അത് ഓവറോൾ പിക്ചർ നൽകുന്ന, അതായത് നമുക്ക് ആവശ്യമുള്ളതിൻ്റെ ഒരു ഓവറോൾ പിക്ചർ നൽകുന്നത്, റിഫ്ലക്റ്റ് ചെയ്യുന്നതായിരിക്കണം. Okay, these should be stable, standardized, graded and classified in quantity, size and package. Otherwise, these cannot be compared. Okay. But in the choice of the items in the choice, judgment plays a predominant part. The selection is not at random, it is sort of judgment sampling. അപ്പോൾ ജഡ്ജ്മെൻറ്റ് സാമ്പിളിംഗ് ആണ് ഉപയോഗിക്കുന്നത്. അതായത് നമുക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ റെപ്രസെൻറ്റ് ചെയ്യാൻ കഴിയുന്നതാണോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ സാമ്പിൾസ് സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളൊരു ബാസ്ക്കറ്റ് ഓഫ് ഫുഡ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഏതാണോ വേണ്ടത് ഐറ്റംസ് സെലക്ട് ചെയ്യുന്നതൊക്കെ നമ്മുടെ ജഡ്ജ്മെൻറ്റിൻ്റെ ബേസിലാണ്. നമുക്ക് ആവശ്യമുള്ളതാണോ എങ്കിൽ മാത്രമേ സെലക്ട് ചെയ്യുള്ളൂ. ഓക്കെ, അതാണ് സെലക്ഷൻ ഓഫ് ഐറ്റംസ് എന്ന് പറയുന്ന പ്രോബ്ലത്തിൽ വരുന്നത്. The next problem, price quotations. Collection of price quotation for the commodities selected is a difficult problem. അപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ള കമ്മോഡിറ്റീസിൻ്റെ പ്രൈസ് quotations കളക്ട് ചെയ്യുക എന്നതാണ് അടുത്ത പ്രോബ്ലം ആയിട്ട് വരുന്നത്. The price of a commodity varies from market to market and even at one market from shop to shop. അപ്പോൾ ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു മാർക്കറ്റിൽ നിന്ന് മറ്റൊരു മാർക്കറ്റിലേക്ക് പോകുമ്പോൾ മാറാം. അതേപോലെ തന്നെ ഒരു മാർക്കറ്റിലെ തന്നെ ഷോപ്പിൽ നിന്ന് മറ്റൊരു ഷോപ്പിലേക്ക് പോകുമ്പോഴും മാറാം. As it is not possible to obtain price quotations from all the markets, we have to select representative markets. അപ്പോൾ പ്രൈസ് കൊട്ടേഷൻസ് പറയുന്നത് എല്ലാ മാർക്കറ്റിൽ നിന്നും കളക്ട് ചെയ്യുക എന്നുള്ളത് ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ചില മാർക്കറ്റ് എടുത്തിട്ട് റെപ്രസെൻറ്റേറ്റീവ് മാർക്കറ്റ് എടുത്തിട്ട് അതിൽ നിന്നായിരിക്കും പ്രൈസ് സെലക്ട് ചെയ്യുന്നത്. When the market from where the price quotations are to be obtained are decided, the next thing is to select a suitable price reporting agency like business firms, chamber of commerce, trade associations, government agent, etc. നമ്മളൊരു മാർക്കറ്റ് സെലക്ട് ചെയ്താൽ പിന്നെ മാർക്കറ്റിനെ കുറിച്ച് നമുക്കറിയാൻ വേണ്ടിയിട്ട് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്യൂട്ടബിൾ പ്രൈസ് റിപ്പോർട്ടിംഗ് ഏജൻസി അല്ലെങ്കിൽ ബിസിനസ് ഫേംസിനെ, ചാമ്പർ ഓഫ് കൊമേഴ്സ്, ട്രേഡ് അസോസിയേഷൻസിനൊക്കെ എന്ത് ചെയ്യും, നമ്മൾ തീരുമാനിക്കും. ഓക്കെ, നമ്മൾ അവരൊക്കെ സെലക്ട് ചെയ്യും, അല്ലെങ്കിൽ സെലക്ട് ചെയ്ത് സൂട്ടബിൾ പ്രൈസ് റിപ്പോർട്ടിംഗ് ഏജൻസി, ബിസിനസ് ഫേംസിനെ, ചാമ്പർ ഓഫ് കൊമേഴ്സിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യാം. Further, the question arises as to price, that is whether wholesale price or retail price should be taken into account. അപ്പോൾ നെക്സ്റ്റ് പ്രൈസിനെ കുറിച്ച് പറയുമ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ വരുന്നത് ഹോൾസെയിൽ പ്രൈസ് ആണോ റീറ്റെയിൽ പ്രൈസ് ആണോ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളതിനാണ്. ബൈ ആൻഡ് ലാർജ് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി പർപ്പസ് ഓഫ് ഇൻഡെക്സ് നമ്പർ. അപ്പോൾ അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇൻഡെക്സ് നമ്പറിൻ്റെ പർപ്പസിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും. ഹോൾസെയിൽ പ്രൈസസ് ഷുഡ് ബി പ്രിഫേർഡ് ടു ദി റീറ്റെയിൽ വൺസ് ആസ് ദ ഫോമർ ഫ്ലക്ച്വേറ്റ് ലെസ് ആസ് കമ്പയർഡ് ടു ദ ലേറ്റർ. ഹോൾസെയിൽ പ്രൈസസ് ആണ് റീറ്റെയിൽ പ്രൈസിനേക്കാളും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? ഹോൾസെയിൽ പ്രൈസ്
റീറ്റെയിൽ പ്രൈസിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലെസ് ഫ്ലക്ച്വേഷൻ ആണ് ഉള്ളത്. ഫ്ലക്ച്വേറ്റ് ലെസ് ആസ് കമ്പയർ ടു ദി ലേറ്റർ ആൻഡ് ആർ മോർ സെൻസിറ്റീവ് ടു ദി കണ്ടീഷൻസ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഡിമാൻഡ് ആൻഡ് സപ്ലൈക്ക് അടിസ്ഥാനമാക്കിയിട്ട് കണ്ടീഷനെ അടിസ്ഥാനമാക്കിയിട്ട് അത് പെട്ടെന്ന് സെൻസിറ്റീവ് ആണ്. അപ്പോൾ നെക്സ്റ്റ് പ്രോബ്ലം ചോയ്സ് ഓഫ് ആൻ ആവറേജ് എന്നുള്ളതാണ്. ഫിഫ്ത്ത് പ്രോബ്ലം ഈസ് ചോയ്സ് ഓഫ് ആൻ ആവറേജ്. Since an index number is a technique of averaging all the changes in group of values over a period of time, the problem is to select an average which summarizes the changes in component items adequately. അപ്പോൾ ആവറേജിങ് ടെക്നിക്കാണ് ഇൻഡെക്സ് നമ്പറിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഏതാണോ ഏറ്റവും നല്ല ആവറേജ് എന്നുള്ളത് സെലക്ട് ചെയ്യുക, ഏതാണ് വേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് പ്രോബ്ലം ആയിട്ട് പറയുന്നത്. Among the averages, generally arithmetic mean or geometric mean employed for constructing index numbers. അപ്പോൾ ആവറേജിൽ അരിത്മെറ്റിക് മീൻ അല്ലെങ്കിൽ ജോമെട്രിക് മീൻ ആണ് യൂഷ്വലി ഇൻഡെക്സ് നമ്പർ കൺസ്ട്രക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അരിത്മാറ്റിക് മീൻ ഈസ് സിമ്പിൾ ഫോർ കാൽക്കുലേഷൻ ബട്ട് ഇറ്റ് ഈസ് ലാർജ്ലി അഫക്റ്റഡ് ബൈ എക്സ്ട്രീം ഐറ്റംസ്. അരിത്മാറ്റിക് മീനാണ് സിമ്പിൾ, പക്ഷേ അത് എക്സ്ട്രീം ഐറ്റംസ് ആയിട്ട് ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതലുള്ളത് കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യും. Geometric mean, though difficult to compute, is the most appropriate average in the construction of index numbers. Geometric mean calculation ഡിഫിക്കൽട്ട് ആണെന്നുണ്ടെങ്കിലും അതാണ് ഇൻഡെക്സ് നമ്പേഴ്സിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആവറേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. സിൻസ് ഇറ്റ് കറക്റ്റ്ലി മെഷേഴ്സ് ദി റിലേറ്റീവ് ചേഞ്ചസ് ഇംപ്ലൈഡ് ഇൻ ദ വാല്യൂ ഓഫ് ദി ഐറ്റംസ്. അതെന്തുകൊണ്ടാണ്? അത് കറക്റ്റായിട്ട് റിലേറ്റീവ് വേരിയബിളിൽ വരുന്ന റിലേറ്റീവ് ചേഞ്ച് കറക്റ്റായിട്ട് മെഷർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ജോമെട്രിക് മീൻ ആണ് ഡിഫിക്കൽട്ട് ആണെന്നുണ്ടെങ്കിൽ ഒരു അപ്രോപ്രിയേറ്റ് ആവറേജ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. Then sixth one is selection of appropriate weights. Selection of appropriate weights, the items included in the index numbers are not of equal importance. ഇപ്പോൾ ഒരുപാട് ഐറ്റംസ് സാമ്പിൾ ഐറ്റംസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഇൻഡെക്സ് നമ്പർ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, പക്ഷേ അതൊന്നും തുല്യ പ്രാധാന്യമുള്ളതല്ല. അപ്പോൾ ഒരുപാട് ഡിഫറെൻറ്റ് ഐറ്റംസ് ഒക്കെ ഇൻഡെക്സ് നമ്പർ കൺസ്ട്രക്ട് ചെയ്യുന്നതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനെന്ത് ചെയ്യണം? അവരുടെ ഇമ്പോർട്ടൻസ് അടിസ്ഥാനമാക്കിയിട്ട് പ്രാധാന്യത്തിന് അടിസ്ഥാനമാക്കിയിട്ട് എന്ത് ചെയ്യുക? വെയിറ്റ് കൊടുക്കുക. ദ അലോട്ട്മെൻറ്റ് ഓഫ് ഡിഗ്രി ഓഫ് റിലേറ്റീവ് ഇമ്പോർട്ടൻസ് ടു ഈച്ച് ഐറ്റംസ് ഈസ് നോൺ ആസ് വെയിറ്റിംഗ്. അപ്പോൾ അവരുടെ പ്രാധാന്യം അനുസരിച്ചിട്ട് ഓരോ ഐറ്റംസിനും വെയിറ്റ് കൊടുക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? വെയിറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, the allotment of degree of relative importance to each items is known as weighting. Thus, we have to choose weights to each items. The selection of weights should be done with the great care and discrimination. അപ്പോൾ വെയിറ്റ് കൊടുക്കുന്നത് നല്ല രീതിയിൽ ശ്രദ്ധിച്ചുകൊണ്ട് അതേപോലെ ഡിസ്ക്രിമിനേഷൻ നടത്തിയിട്ട് വേണം. അതർവൈസ് ഇറ്റ് മൈറ്റ് ലീഡ് ടു റോങ് ആൻഡ് ബയാസ്ഡ് റിസൾട്ട്സ്. It is to be noted that the importance of a commodity changes with time, place and habits of the consumers. So weights may be fixed or varying from time to time. ഒരു കമ്മോഡിറ്റീൻ്റെ ഇമ്പോർട്ടൻസ് തന്നെയാണെന്നുണ്ടെങ്കിൽ ടൈമിനെ അടിസ്ഥാനമാക്കിയിട്ട് അല്ലെങ്കിൽ പ്ലേസിനെ അടിസ്ഥാനമാക്കിയിട്ട് കൺസ്യൂമേഴ്സിൻ്റെ ഹാബിറ്റ്സിനെ അടിസ്ഥാനമാക്കിയിട്ടൊക്കെ മാറാം. അതുകൊണ്ട് തന്നെ വെയ്റ്റ്സ് ഫിക്സഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ വെയ്റ്റ്സ് മേ ബി ഫിക്സഡ് ഓർ വേരിയിങ് ഫ്രം ടൈം ടു ടൈം. വേണമെങ്കിൽ ഫിക്സ് ചെയ്യാം, അല്ലെങ്കിൽ ടൈം ടു ടൈമിൽ മാറ്റവും വരാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇപ്പോൾ സെലക്ഷൻ ഓഫ് വെയ്റ്റ് അപ്രോപ്രിയേറ്റ് വെയ്റ്റ്സിൽ എന്താണ് പറയുന്നത്? ഓരോന്നിനും ഇമ്പോർട്ടൻസ്, ഓരോ വേരിയബിളിനും ഇമ്പോർട്ടൻസ് അടിസ്ഥാനമാക്കിയിട്ട് വെയിറ്റ് നൽകുക, വെയിറ്റ് അസൈൻ ചെയ്യുക എന്നുള്ളതാണ് സെലക്ഷൻ ഓഫ് അപ്രോപ്രിയേറ്റ് വെയിറ്റിൽ വരുന്നത് കേട്ടോ. ദെൻ സെവൻത്ത്, ലാസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് സെലക്ഷൻ ഓഫ് ഫോർമുല. എ ലാർജ് നമ്പർ ഓഫ് ഫോർമുല ഹാസ് ബീൻ ഡിവൈസ്ഡ് ഫോർ കൺസ്ട്രക്ടിങ് ഇൻഡെക്സ് നമ്പേഴ്സ്. ഒരുപാട് ഇൻഡെക്സ് നമ്പേഴ്സ് കൺസ്ട്രക്ട് ചെയ്യുന്നതിന് ഒരുപാട് ഫോർമുലാസ് ഉണ്ട്. ദ പ്രോബ്ലം വെരി ഓഫൺ ഈസ് ദാറ്റ് ഓഫ് സെലക്ടിങ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഫോർമുല. മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഫോർമുല ചൂസ് ചെയ്യുക എന്നുള്ളതാണ് സെവൻത്ത് പ്രോബ്ലം ആയിട്ട് വരുന്നത്. ദ ചോയ്സ് ഓഫ് ദി ഫോർമുല വുഡ് ഡിപ്പെൻഡ് നോട്ട് ഓൺലി ഓൺ ദി പർപ്പസ് ഓഫ് ദി ഇൻഡെക്സ് ബട്ട് ഓൾസോ ഓൺ ദി ഡാറ്റ അവൈലബിൾ. പർപ്പസിന് മാത്രം അടിസ്ഥാനമാക്കിയിട്ടില്ല, ഡാറ്റ അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റയ്ക്ക് അടിസ്ഥാനമാക്കിയിട്ടുമാണ് ഫോർമുല ഏതാണെന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. സിമ്പിൾ ആഗ്രിഗേറ്റ് ഇൻഡെക്സ് നമ്പർ, സിമ്പിൾ ആവറേജ് ഓഫ് പ്രൈസ് റിലേറ്റീവ്സ്, വെയ്റ്റഡ് ആഗ്രിഗേറ്റ് ഇൻഡെക്സ് നമ്പർ സച്ച് ആസ് ലാസ്റ്റ് പേഴ്സ്, pastures, fishes, etc. are weighted average of relative index number are the commonly used formula for constructing index numbers. അപ്പോൾ ഇവിടെ വരുന്ന പറയുന്ന ഫോർമുലാസ് ഒരുപാട് ഫോർമുലാസ് ഉണ്ട് എന്ന് പറഞ്ഞു. എന്തൊക്കെയാണ്? സിമ്പിൾ ആഗ്രിഗേറ്റ് ഇൻഡെക്സ് നമ്പർ, സിമ്പിൾ ആവറേജ് ഓഫ് പ്രൈസ് റിലേറ്റീവ്സ്, പിന്നെ വെയ്റ്റഡ് ആഗ്രിഗേറ്റ് ഇൻഡെക്സ് നമ്പർ, ലാസ്റ്റ് പിയേഴ്സ്, പാസ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ഇൻഡെക്സ് നമ്പർ ഫോർമുല ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് കേട്ടോ. വെയ്റ്റഡ് ആവറേജ് ഓഫ് റിലേറ്റീവ് ഇൻഡെക്സ് നമ്പറിൽ വെയ്റ്റഡ് ആവറേജ് ഓഫ് റിലേറ്റീവ് ഇൻഡെക്സ് നമ്പറാണ് കോമൺലി യൂസ്ഡ് ഫോർമുല ഫോർ കൺസ്ട്രക്ടിങ് ഇൻഡെക്സ് നമ്പർ.
ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് ഏതൊക്കെയാണ് ഫോർമുല എന്നുള്ളത് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ പറയും. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്, സെലക്ഷൻ അല്ലേ, പ്രോബ്ലംസ് ആണ്. ഇൻഡെക്സ് നമ്പർ കൺസ്ട്രക്ട് ചെയ്യുന്നതിനുള്ള പ്രോബ്ലംസ് ആണ് പറഞ്ഞിട്ടുള്ളത്. പ്രോബ്ലംസ് എന്തൊക്കെയായിരുന്നു? പർപ്പസ് ഓഫ് ഇൻഡെക്സ് നമ്പർ, സെലക്ഷൻ ഓഫ് ബേസ് പീരീഡ്, സെലക്ഷൻ ഓഫ് ഐറ്റംസ്, പ്രൈസ് quotation, choice of an average, selection of appropriate weights, and the last one is selection of formula. That's all.